ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രതീക്ഷയാണ് അർപ്പിച്ചത്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ശതമാനം അത് ഏതാണ്ട് 12.5% വോട്ടാണ്, പോപ്പുലർ വോട്ടാണ്. അത് 2016 ലഭിച്ചതിനേക്കാൾ കുറവായിരുന്നു എന്നോർക്കണം. ഏതാണ്ട് 90ഓളം സീറ്റുകളിൽ 2016 ലഭിച്ചതിനേക്കാൾ കുറവ് വോട്ട് ഷെയറാണ് BJPക്കും സഖ്യകക്ഷികൾക്കും 2021. അപ്പോൾ ചെറിയ ഒരു മങ്ങൽ അവിടെ ഉണ്ടായി. പക്ഷേ ആ മങ്ങൽ തീർക്കുന്ന രീതിയിൽ വൻപൻ പ്രകടനമാണ്. 20ഓളം ശതമാനം, 19.86% വോട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും സഖ്യകക്ഷികൾക്കുമായി ലഭിച്ചത്. അത് ഒന്നാം തരം പ്രകടനമാണ്. ഏതാണ്ട് 30-ലധികം മണ്ഡലങ്ങളിൽ 30,000-ൽ കൂടുതൽ വോട്ട്, അതായത് 20%-ലധികം വോട്ടുകൾ നേടി. ഇതിനെയാണ് സ്റ്റാർ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. BJPയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയും, ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ സ്ട്രാറ്റജി സ്റ്റാർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുക, മറ്റ് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി നിർത്തുക, ഫില്ല് ചെയ്യുക, ഗ്യാപ്സ് ഫില്ല് ചെയ്യുക. അതുകൊണ്ട് 30 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് 30-35 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അതിൽ തന്നെ 10 മണ്ഡലങ്ങളിൽ തീർച്ചയായും ഏത് കാലാവസ്ഥയിലും വിജയിച്ചു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJP മുന്നോട്ട് പോയത്. അങ്ങനെ 10 സീറ്റെങ്കിലും ലഭിച്ചാൽ കേരളത്തിലൊരു തൂക്കുസഭ വരും. അവിടെ BJPക്ക് നിയന്ത്രിക്കാവുന്ന ഒരു ഘടന ചുറ്റുപാട് ഉരുത്തിരിയും. ഇതായിരുന്നു BJPയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. അത് ശരിവെക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായി. പക്ഷേ അവസാന 2 മാസങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള മാസങ്ങളിൽ സ്ഥിതിഗതികൾ ലേശം മാറി മറിഞ്ഞു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വൻപിച്ച വിജയം, അതുപോലെ മറ്റ് ചില കൊല്ലം കോർപ്പറേഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ, ഏതാനും നഗരസഭകൾ, കൂടുതൽ പഞ്ചായത്തുകൾ ഒക്കെ പിടിച്ചെടുക്കാൻ BJP കഴിഞ്ഞു. പക്ഷേ വോട്ട് ഷെയർ 20% പാർലമെൻറ്റിൽ നേടിയതിൽ നിന്നും 15% താഴേക്ക് പോയി. 5% ഒരു വീഴ്ചയുണ്ടായി. കാരണം BJPക്ക് ജയിച്ചു വരാവുന്നതാണ്. ലോക്കൽ ഇലക്ഷൻ എന്ന് പറയുന്നത് പ്രാദേശിക ഫാക്ടേഴ്സാണ്. അവിടെ ശക്തരായ BJP സാന്നിധ്യം ഉണ്ടെങ്കിൽ, ലോക്കൽ ലീഡേഴ്സിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ജയിച്ചു വരാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും എന്തേ BJPക്ക് പാൻ കേരള അടിസ്ഥാനത്തിൽ, ട്രിവാൻഡ്രത്ത് വിജയിച്ചു, അംഗീകരിക്കുന്നു, പാൻ കേരള അടിസ്ഥാനത്തിൽ കാര്യമായ വിജയമുണ്ടായില്ല. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളുന്നതായി അപ്പോൾ തന്നെ തോന്നി, 2025 തന്നെ തോന്നി. കാരണം കോട്ടയത്തും പത്തനംതിട്ടയിലുമാണ് അതിൻ്റെ വലിയ ഫലമുണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ഇടുക്കിയിൽ അവിടെ ഒന്നും BJPക്ക് തിളക്കമുള്ള വിജയം നേടാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നയതന്ത്രം അത് പൂർണ്ണമായി വിജയത്തിലെത്തിയില്ല എന്നതിൻ്റെ ഏർലി സൂചന കണ്ടു. അതോടൊപ്പം ഇപ്പോൾ ഇതാ സംഭവിച്ച 3-4 കാര്യങ്ങൾ BJPയെ വൻപൻ പ്രതിരോധത്തിലാക്കി എന്ന് കരുതാം. അതായത് ഒരു 10 സീറ്റ് ന്യായമായി പ്രതീക്ഷിച്ചിരുന്നുകൊണ്ട് BJPയുടെ തന്നെ ഒരു പ്രതീക്ഷ ഒരു പക്ഷേ 5 സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിനുള്ള പ്രധാന കാരണം ഇതാണ്. ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചു വന്നപ്പോൾ നരേന്ദ്രമോദി വന്ന് നന്ദി പറയാൻ വരുമ്പോൾ വലിയ ഒരു സമ്മാന പൊതിയുമായി എത്തും എന്നായിരുന്നു തിരുവനന്തപുരം നിവാസികളുടെ പ്രതീക്ഷ. മാത്രമല്ല BJPയുടെ പ്രചരണം തന്നെ ഡബിൾ എൻജിൻ. നിങ്ങൾ തങ്ങൾക്ക് സീറ്റ് തരൂ, അധികാരം തരൂ. കേരളത്തിൽ അധികാരം കൊടുത്തില്ല എങ്കിലും ഒരു ജില്ലയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ അധികാരം കൊടുത്തു. ഏറ്റവും പ്രസ്റ്റീജ് പോരാട്ടമാണ്. ഒരു തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു പദ്ധതിയെങ്കിലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ BJPക്ക് ഒരു ഗുഡ് വിൽ ഫാക്ടർ, പറഞ്ഞത് പ്രവർത്തിക്കും എന്നൊരു ഗുഡ് വിൽ ഫാക്ടർ ഉണ്ടാകാമായിരുന്നു. അല്ല എങ്കിൽ ബഡ്ജറ്റിൽ കൊണ്ടുവരാമായിരുന്നു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി ഒരു ചെറിയ പാക്കേജ് കൊണ്ടുവരാമായിരുന്നു. ഉണ്ടായില്ല. മോദിയുടെ പിന്നീടുള്ള വരവിലും, എറണാകുളത്തേക്കുള്ള വരവിലും പിന്നീടുള്ള റാലികളിലും ഒന്നും തന്നെ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ BJP സ്ഥാനാർത്ഥികൾ ചെറിയ അങ്കലാപ്പിലായി. 2, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മണിപ്പൂർ കലാപം വേണമെങ്കിൽ കുക്കി മേദി കലാപമാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞൊഴിയാം. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമൊക്കെ കന്യാസ്ത്രീകൾക്കെതിരെയും ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റുകൾക്കെതിരെയും നടത്തിയ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ബജ്റാങ് ദളിൻ്റെ ഒറ്റപ്പെട്ട കാര്യങ്ങളുടെയോ വികല മനസ്സുകളുടെ ഒരു കലാപരിപാടി എന്ന രീതിയിൽ തള്ളിക്കളയാം. ഈവൻ കരോൾ സംഘങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണം പോലും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. പക്ഷേ SCRA ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. അവിടെ ക്യാബിനറ്റ് കൂടി, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ, മോദിയുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് കൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ഇരിക്കുന്ന ഇടത്ത് എടുത്ത തീരുമാനമാണ് റിവിഷൻ ചെയ്യുക, അമെൻഡ് ചെയ്യുക, FCRA അമെൻഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തോതിൽ പണം വിദേശത്തുനിന്ന് വരുന്നുണ്ട്. 16,000 ചില്ലുവാനം FCRA അക്കൗണ്ടുകളാണ് കേരളത്തിലുള്ളത്. അതിലേതാണ്ട് 3000-ൽ പരം അക്കൗണ്ടുകളെ ക്രൈസ്തവ സമുദായത്തിൻ്റെ പല അവാന്തര വിഭാഗങ്ങളായിട്ടുള്ളൂ. പക്ഷേ അതിലേക്ക് വരുന്ന പണമാണ് മറ്റെല്ലാം കൂടെ ചേർത്തതിനേക്കാൾ കൂടുതൽ. അതിലൊരു ചെറിയ ഭാഗം സ്ഥാപനങ്ങൾ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ചിലരൊക്കെ വഴിമാറ്റി ചിലവാക്കുന്നുണ്ടാവാം.
ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. സുതാര്യത ഉണ്ടാവേണ്ടതാണ്, നല്ല കാര്യം. അങ്ങനെ അമെൻമെൻറ്റ് നല്ല കാര്യമാണ്. പക്ഷേ അത് ചെയ്ത രീതി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ പക്കലേക്ക് വരികയാണ്. FCRA ലൈസൻസ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പുതുക്കി ലഭിച്ചില്ല എങ്കിൽ അവരുടെ വസ്തുവകകൾ, ആസ്തികൾ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിലേക്ക് വരികയാണ്. എന്താണ് അത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, അതാരാണ്, എന്താണ്, അതേക്കുറിച്ച് വിശകലനങ്ങളില്ല. സ്വാഭാവികമായി ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായ ഒരു ആശയക്കുഴപ്പം, ഒരു ആശങ്ക, അത് തീർച്ചയായും മധ്യകേരളത്തിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും BJPക്ക് ലഭിക്കാവുന്ന ഒരു ഗുഡ്വില്ലിനെ പിന്നോട്ടടിച്ചു എന്ന് നിസ്സംശയം പറയാം. വോട്ടെണ്ണി കഴിയുമ്പോൾ അനൂപ് ആൻ്റണി തിരുവല്ലയിലും, ഷോൺ ജോർജ് പാലായിലും, ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിലും, അതുപോലെ PC ജോർജ് പൂഞ്ഞാറിലും ഒക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. നമുക്കെങ്ങനെയാണ് എന്ന് നോക്കിക്കാണാം. അതുകൊണ്ട് ഇപ്പോൾ BJPയുടെ വിജയപ്രതീക്ഷകൾ മറ്റ് ഇടങ്ങളിലേക്ക് ചുരുങ്ങുന്നു. അതായത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് ശ്രീലേഖ, അത് വലിയ പ്രതീക്ഷയില്ല. അവസാന റൗണ്ടിൽ വരുമ്പോൾ അത് ഏതാണ്ട് K മുരളീധരനും പ്രശാന്തും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി മാറുന്നു എന്ന പ്രതീതിയുണ്ട്. കഴക്കൂട്ടത്ത് തീർച്ചയായും വലിയ പ്രതീക്ഷ BJP ഇപ്പോഴും വെച്ച് പുലർത്തുന്നു. V മുരളീധരൻ വേഴ്സസ് സുരേന്ദ്രൻ, കടകംപള്ളി സുരേന്ദ്രൻ എന്ന നിലയിലേക്ക് വരുന്നു LDF ആൻഡ് BJP. അതുപോലെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഒരു ഫോർ റണ്ണർ തന്നെയായിരുന്നു വിവാദമുണ്ടാകുന്നത് വരെ. പാലക്കാട് വോട്ടിന് നോട്ട് എന്ന വിവാദമുണ്ടാവുകയും ശോഭാ സുരേന്ദ്രൻ അതിനോട് കാട്ടിയ ഒരു നിലപാട്, അത് പത്രപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ പത്രപ്രവർത്തകരോട് സംസാരിച്ചൊരു ഭാഷയും ആ ധാർഷ്ട്യത്തിൻ്റെ ഭാഷയും ഒക്കെ എങ്ങനെയാണ് ജനമനസ്സുകളെ സ്വാധീനിച്ചത് എന്ന് കൃത്യമായി പറയാനാവില്ല. BJPക്ക് വോട്ട് ചെയ്യാനിരുന്നവർ ഒരുപക്ഷെ BJPക്ക് വോട്ട് ചെയ്യും. നിഷ്പക്ഷമതികളായ വോട്ടുകൾ BJPയിലേക്ക് സ്വാംശീകരിക്കുന്നുണ്ട് എങ്കിൽ ചെറിയ തോതിലെങ്കിലും അത് നഷ്ടപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുവരെ ഉറപ്പായി ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു പാലക്കാട് ഫോർ റണ്ണർ. അതുകൊണ്ട് ഫലം പ്രവചനാതീതമായി പിഷാരടി ആൻഡ് ശോഭാ സുരേന്ദ്രൻ ഇതിലാർക്ക് വേണമെങ്കിലും ജയിച്ചു വരാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിൽക്കുന്നു. അതുപോലെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങൾ BJP ന്യായമായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സ്ഥലമാണ്. കപ്പനും ചുണ്ടിനും ഇടയിൽ K സുരേന്ദ്രന് നഷ്ടപ്പെട്ട സീറ്റാണ് കാസർഗോഡ്. അവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൃത്യമായി അവരുടെ സ്ഥാനാർത്ഥിക്ക് പോൾ ചെയ്യുകയും UDFൻ്റെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് മറിച്ച് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ K സുരേന്ദ്രൻ ഇപ്പോഴും വിജയസാധ്യതയുണ്ട്. പക്ഷേ അതങ്ങനെ സംഭവിക്കുമോ എന്നറിയില്ല. SDPIയുടെയും ഒക്കെ നിലപാടുകളും ഇവിടെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് BJPക്ക് നല്ല കാലം വരുന്നു എന്ന പ്രതീതി ഉണ്ടായി എങ്കിലും ഇപ്പോഴും BJP അക്കൗണ്ട് ഒരു പക്ഷേ തുറന്നേക്കാം. പക്ഷേ അധികം മുന്നോട്ട് പോകാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ കാണാനില്ല. ഒരു പക്ഷേ എൻ്റെ ചിന്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 19.87%-നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 16.8%-നും ഇടയിൽ 17-18% BJPയുടെ വോട്ടുകൾ കുറയുകയും അത് ചില മണ്ഡലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക വഴി ചിലയിടങ്ങളിൽ നേട്ടമുണ്ടാവുകയും പാൻ കേരള അടിസ്ഥാനത്തിൽ വലിയ പ്രതീക്ഷയില്ലാതിരിക്കുകയും ചെയ്തു. പ്രധാന കാരണങ്ങളിൽ ഒന്ന് BJP ഭരണത്തിന് വേണ്ടി മത്സരിക്കുന്നില്ല എന്ന് തോന്നൽ. അത് പ്രത്യേകിച്ചും 19 സീറ്റുകൾ BJPയുടെ ഘടകകക്ഷിയായ 2020ക്ക് വിട്ടുകൊടുക്കുക വഴി ചിലയിടങ്ങളിൽ നാണംകെട്ട പ്രകടനമാണ് ഘടകകക്ഷികൾ നടത്തുന്നത്. BJP എല്ലായിടത്തും ശക്തമായി പ്രതികരിക്കുന്നു. പക്ഷേ ഘടകകക്ഷികൾ വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളെ ശബരിമല ഇരിക്കുന്ന റാന്നി മണ്ഡലത്തിൽ ഉൾപ്പെടെ ദുർബലമായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ, അതായത് T20യുടെ സ്ഥാനാർത്ഥി ശബരിമലയെക്കുറിച്ച് അഭിപ്രായം പോലും ഇല്ലാതെ പോകുന്നു. BJP അഭിപ്രായം പറയേണ്ട ഇടങ്ങളിൽ, NDA അഭിപ്രായം പറയേണ്ട ഇടങ്ങളിൽ അഭിപ്രായം പോലും ഇല്ലാതെ പോകുന്ന പല മണ്ഡലങ്ങളും ഉണ്ട് എന്ന് ഓർക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ BJPയെ ഗൗരവമായിട്ട് ജനം എടുക്കുന്നുണ്ടോ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ. കേന്ദ്രത്തിൽ വ്യത്യസ്തമാണ്. മോദി പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട്, BJP അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ദേശീയ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വൻ മുന്നേറ്റം കേരളത്തിലും ഉണ്ടാക്കാൻ കഴിയും. തൃശ്ശൂർ പിടിച്ചെടുക്കുക പോലും ചെയ്തല്ലോ. പക്ഷേ സംസ്ഥാനത്ത് അങ്ങനെയല്ലല്ലോ സ്ഥിതി. UDF വേഴ്സസ് LDF തന്നെയാണ് ഭരണസാധ്യത. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ പ്രതീക്ഷ ഉയർത്തിയെങ്കിൽ പോലും അവസാന നിമിഷം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP കേന്ദ്രങ്ങളിൽ SIR ഉൾപ്പെടെ BJPക്ക് പാലക്കാട് ഉൾപ്പെടെ ഒരുപക്ഷെ ദോഷമായി വന്നിരിക്കാം. SIRലൂടെ വെട്ടിപ്പെട്ട പോയ വോട്ടുകൾ പലപ്പോഴും BJP കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ഉൾപ്പെടെ വെട്ടപ്പെട്ടപ്പോൾ സ്വയം കുഴി കുഴിക്കുന്നതിന് തുല്യമായോ എന്ന ഒരു ചിന്തയുമുണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ BJPക്ക് വെച്ച് പുലർത്തേണ്ടതില്ല. NDAക്ക് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതില്ല. അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ UDFൻ്റെ ഒരു തേരോട്ടം സംഭവിക്കും എന്ന് UDF പറയുന്നതിൻ്റെ അടിസ്ഥാനം മലബാർ മേഖലയിലെ വൻ വെയ്വ്, മധ്യ കേരള മേഖലയിലെ ഒരു ചെറിയ വെയ്വ്, തെക്കൻ കേരളത്തിൽ പിടിച്ചു നിൽക്കുന്നു. അതാണ് വെയ്വ്. ടോട്ടൽ 80-ലധികം അല്ലെങ്കിൽ 90-ലധികം സീറ്റുകൾ UDF നേടുന്നെങ്കിൽ അതായിരിക്കും കാരണം. LDFന് പിടിച്ചു നിൽക്കാനാവണമെങ്കിൽ UDF വേവ് ഉണ്ടാവരുത്. കമ്മ്യൂണിറ്റികൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ LDFന് UDFനുമായി സ്പ്രെഡ് ചെയ്ത് വോട്ട് കൊടുക്കണം. അതാണ് അങ്ങനെ ഒരു സാധ്യത.
എന്നാൽ വേവ് ഉണ്ട് എങ്കിൽ അത് LDF വേവ് ആയിരിക്കില്ല എന്ന് കൃത്യമായി പറയാം. അത് UDF വേവ് ആയിരിക്കും. വേവ് ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയ പറയാനാവില്ല എങ്കിലും സൂചനകൾ ഇതിനടിയിൽ. ഇനി വേവ് എന്ന് പറയുന്നത് സുനാമിയായി മാറുകയാണെങ്കിൽ VD സതീശൻ പറഞ്ഞ നമ്പറിലേക്ക് എത്തിച്ചേർന്നാലും അത്ഭുതപ്പെടാനില്ല. സുനാമി മാറുകയാണെങ്കിൽ മാത്രം. എല്ലാ വേവും സുനാമിയെ മാറില്ല എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് UDFന് ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഇപ്പോഴും ഉണ്ട് എന്ന് സേഫായി പറയാം. അത് വലിയ സങ്കോചത്തോടെ പറയുന്നതല്ല, സേഫായി പറയാം. BJP ചിലപ്പോൾ അക്കൗണ്ട് തുറന്നേക്കാം, ഏതാനും സീറ്റുകൾ നേടിയേക്കാം. അതും തീർത്തും അസംഭവ്യമായ കാര്യമല്ല. ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് 80-ലധികം ആത്യന്തികമായി വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴുള്ള 87.27 കുറച്ചുകൂടി മുന്നോട്ട് പോകട്ടെ. ജനാധിപത്യത്തിൻ്റെ ആഘോഷമായി മാറട്ടെ. ഒരു ഭരണം ആര് ഭരിച്ചാലും, VD സതീശൻ ഭരിച്ചാലും, രമേശ് ചെന്നിത്തല ഭരിച്ചാലും, KC വേണുഗോപാൽ ഭരിച്ചാലും, പിണറായി വിജയൻ തന്നെ വീണ്ടും ഭരിച്ചാലും, എല്ലാം തന്നെ കേരളത്തിൻ്റെ ജനാധിപത്യ മനസ്സ് സംസാരിച്ചിരിക്കുന്നു ഇൻ ലൗഡ് ആൻഡ് ക്ലിയർ ടേംസ്.